ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥി ഒരു മനോഹരിയായ അഭിനേത്രിയാണ്. ഹിന്ദിയിൽ സൂപ്പർ സ്റ്റാറാണ്. അവർ തുടർന്ന് പല ഹിറ്റ് പടങ്ങൾ നൽകിയിട്ടുണ്ട്. തന്റെ കണ്ടീഷൻ വിട്ട് ഒരിക്കലും മാറാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിച്ചു. അവർ പല സമയങ്ങളിലും നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, പടങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിച്ചിട്ടുണ്ട്. പ്ലീസ് വെൽക്കം, എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമുള്ള കജോൾ. ആപ്കി അദാലത്തിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ഷോയുടെ ജഡ്ജി ആരാണെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എന്റർടൈൻമെന്റ് മെർജിംഗ് എഡിറ്ററാണ് സോണൽ കാൾറ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയോട് വിചാരണ തുടങ്ങാനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. അനുമതി തരുന്നു രജിത് സാർ, നിങ്ങൾക്ക് വിചാരണ ആരംഭിക്കാം. അപ്പോ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ കജോളിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കജോളിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ ഒരു കുസൃതിക്കാരിയാണ് എന്നുള്ളതാണ്. കജോൾ, കുട്ടിക്കാലം മുതലേ നിങ്ങൾ കുസൃതി കാണിച്ച് അമ്മയെ അടുത്തുനിന്ന് ധാരാളം വഴക്ക് കേട്ടിട്ടുണ്ടെന്ന് കേട്ടു. ഒരിക്കലുമില്ല. ഞാൻ വളരെ മര്യാദക്കാരി പാവം കുട്ടിയായിരുന്നു. പിന്നെ എന്റെ അമ്മയാണെങ്കിൽ എന്നെ പൂക്കളം നോക്കുന്ന പോലെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നെ അമ്മ വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മോഡൽ ചൈൽഡ് ആയിരുന്നു. എന്റെ അമ്മ അറിയായിരുന്നു, നിനക്ക് നിന്നെപ്പോലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ആ, ഞാൻ ചിലപ്പോ കുറച്ച് ഒരിത്തിരി മാത്രമല്ല നിറയെ അടിയും കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. ഈ കള്ളത്തരമൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോ. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. കുറച്ച് കുറുമ്പൊക്കെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മുൻപ് ഞാൻ എന്റെ ഡിഫൻസ് പറയാം. കാരണം കൺസിഡറിങ് ഞാൻ ഈ ബോക്സിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഞാൻ എന്റെ ഡിഫൻസ് പറയണ്ടേ. അതായത് എന്താന്ന് വെച്ചാ, എന്റെ ചോദ്യം എപ്പോഴും ഇതായിരിക്കും എല്ലാരോടും. ഇപ്പൊ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിലും ബാക്കി ആൾക്കാരോടാണെങ്കിലും എന്നോട് ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഐ എം ലൈക്ക് എന്തുകൊണ്ട്? എന്നോട് കാര്യം എന്താന്ന് പറയൂ. വൈ? അതിനുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റുവാണെങ്കിൽ, അതെനിക്ക് മനസ്സിലാവുന്ന കാര്യമാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, ഞാനിത് ചെയ്യില്ല. അല്ലെങ്കിൽ എനിക്ക് ഉത്തരം തരാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അപ്പൊ ഞാൻ പിന്നെ ഐ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. പിന്നെ എനിക്ക് അടി കിട്ടും അതിന് ശേഷം. പക്ഷേ അടി വാങ്ങിച്ചതിന് ശേഷം അതിന്റെ പരിണിത ഫലമായിട്ടൊന്നും സംഭവിച്ചില്ലേ? ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ല എഫക്റ്റീവ് ആയിരിക്കും അടി. പിന്നെ ഇമ്മീഡിയറ്റ്ലി കരച്ചിലും ബഹളവും ഒക്കെ തുടങ്ങും ഞാൻ. പിന്നെ ആക്ച്വലി അമ്മ കൈ പൊക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കരയാൻ തുടങ്ങും. അതായത് എനിക്കിപ്പോൾ അടി കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട്. പക്ഷെ 5 മിനിറ്റത്തേക്ക് അതിന് നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്ക്. പക്ഷെ താങ്കൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, താങ്കളുടെ കസിനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അയച്ചിരിക്കുക. പക്ഷേ അവിടെ താങ്കൾ ഫോട്ടോഷൂട്ട് എടുത്ത് ഹീറോയിനെയായി. പക്ഷെ അവർക്കൊന്നും സംഭവിച്ചില്ല. അവള് പുറകിലൊന്നും ആയിപ്പോയില്ല. ഞാൻ അവളെ കുറിച്ചുള്ള കഥ പറയാം. അവൾക്കായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം. ഫോട്ടോ സെഷന്റെ കാര്യം പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങള് ഫോട്ടോ സെഷൻ എടുക്കാൻ പോവായിരുന്നു. ഞാൻ അവളെ വെറുതെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നീ ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ട, ഞാൻ കൂടിയില്ലേ, കൈ പിടിച്ചോ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം, വിൽ ബി ടുഗെദർ, ഓൾ റൈറ്റ്. സോ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോയി. ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് പോയി ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ അവൾക്കൊരു ആഡ്, അവിടെ അവൾക്ക് അഭിനയിക്കാനായിട്ട് ഒരു പരസ്യം കിട്ടി. അതിനുശേഷം രാഹുൽ അങ്കിൾ എന്റെ ഫോട്ടോസ് കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് യു ടു ഡു ദിസ് ഫിലിം. ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, അവൾ ആഡ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. അതിനുശേഷം ടയേർഡായി രാത്രി വീട്ടിൽ വന്നിട്ട് പറയാണ്, എന്നെ കൊണ്ട് പറ്റില്ല, കാൻ ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം ഇൻഡസ്ട്രി, ഇത്രയൊക്കെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അയ്യോ എനിക്ക് പറ്റൂല, എന്നെ വിട്ടേക്ക്, എന്നെ കൊണ്ട് വയ്യ. സോ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ ഫോട്ടോ സെഷൻ ചെയ്തപ്പോ ആ സമയത്ത് ഗൗതം രാജദക്ഷ് കഥ എഴുതുമായിരുന്നു രാഹുൽ അങ്കിളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ബേഹുദി എന്ന് പറഞ്ഞ സിനിമ. പിന്നെ മിക്കിയാണ് എനിക്ക് അന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നത്. സോ ഐ തിങ്ക് അവർ രണ്ടുപേരും എന്നെ അങ്ങ് അഡോപ്റ്റ് ചെയ്തു അപ്പൊ തന്നെ. അതായത് നീ എന്റെ മോളാണ്, നീ എന്റെ കൊച്ചുമോളാണെന്ന്. സോ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങാട് അഡാപ്റ്റ് ആയി. ആൻഡ് സോ രാഹുൽ അങ്കിൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ രണ്ടുപേരും എന്റെ കൂടെ തന്നെയായിരുന്നു മുഴുവൻ സമയവും.
പിന്നെ ഞങ്ങള് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കാനഡയ്ക്ക് പോയി. അതൊരു 10-50 ദിവസം ഉണ്ടായിരുന്നു. അതും നോക്കിയാൽ ഞങ്ങൾ ശരിക്കും ഷെഡ്യൂളിലാണ് പോയത്. ആൻഡ് നോക്കിയാൽ അവിടെ എല്ലാവരും എന്നെ വളരെ നന്നായിട്ട് നോക്കി, നിറച്ച് ജോലി ചെയ്യിപ്പിച്ചു. ശരിക്കും നിറയെ ജോലി ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. അതിപ്പോ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ എന്തോരം ജോലി ചെയ്തെന്ന്. ഐ തിങ്ക് ഞങ്ങൾ അന്നൊരു 15-18 മണിക്കൂർ ജോലി ചെയ്ത് കാണും കാനഡയിലെ തണുപ്പില്. അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇറ്റ് വാസ് റിയലി. നമ്മുടെ ഡ്രസ്സ് നമ്മൾ നോക്കണം, ചെരുപ്പ് നമ്മൾ എടുക്കണം, എവറിത്തിങ് വി ഡിഡ് ബൈ ആർസെൽസ്. സോ ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ചൈൽഡ് ലേബർ. ബട്ട് താങ്കളോടൊപ്പം ജോലി ചെയ്യാൻ ഒരു വ്യക്തി വന്നിരുന്നില്ലേ? അദ്ദേഹവും അതുപോലെ നോട്ടിയായിരുന്നു. ഷാരൂഖ് ഖാൻ താങ്കളെ സൈക്കിളിൽ നിന്ന് തള്ളിവിട്ടെന്ന് കേട്ടു. കണ്ടില്ലേ, അദ്ദേഹത്തല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ടിയിരുന്നത്. കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഇവിടെ. ഇങ്ങനത്തെ എന്തെങ്കിലും കളിപ്പിക്കലും മണ്ടത്തരവും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണം ആദ്യം വിളിച്ചു നിർത്താൻ. നിങ്ങൾ വീഴുന്നപ്പോ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി? നോ, സൈക്കിളിനും എനിക്കും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോ സൈക്കിളിൽ കയറിയാലും സൈക്കിളിലാണ് എന്തോ പ്രശ്നമുള്ളത്, അല്ലാതെ എനിക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ? അതാ സൈക്കിളിന്റെ പ്രശ്നം തന്നെയാ. സൈക്കിളിൽ എന്തോ പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ വീണത്. പക്ഷെ താങ്കൾ പഴയതൊക്കെ മറന്നെന്നുള്ളത് സത്യം തന്നെയാണ്. ശരിയാ അത്. പിന്നെ കരണും ഷാറൂഖും ഒരുപാട് കഷ്ടപ്പെട്ടു. അവരെന്തൊക്കെയോ ചെയ്തു എന്നെ വിശ്വസിപ്പിക്കാനായിട്ട്. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ലൈനിൽ നിന്ന് ഡാൻസർ ആയിരുന്നു. പിന്നെ സിനിമയിലെ നായിക വേറെ ആരോ ആണെന്ന്. പിന്നെ പറഞ്ഞോണ്ടിരിക്കും നീ പുറകെ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, എക്സ്ട്രാ ആണെന്ന്. അതിനുള്ളിൽ തന്നെ എനിക്കെല്ലാം ഓർമ്മ വന്നു. താങ്ക് ഗോഡ്, എല്ലാം ഓർമ്മ വന്നു. ഞാൻ അറിഞ്ഞത് അജയ് ദേവ്ഗൻ ഈ ഇൻസിഡന്റിനെ കുറിച്ച് താങ്കളോട് പറഞ്ഞ് താങ്കളുടെ പഴയ മെമ്മറി എല്ലാം തിരിച്ചു കൊണ്ടുവന്നതാണ്. അത് സത്യമാണോ? ആക്ച്വലി ഞാനെല്ലാം മറന്ന ആ സമയത്ത് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞോണ്ടേയിരുന്നത്. അതെന്തെന്ന് വെച്ചാൽ അജയ്ക്ക് ഫോൺ ചെയ്യൂ, വേർ ഇസ് അജയ്, ഐ വോണ്ട് ടു ടോക്ക് ടു അജയ്, വേർ ഇസ് ഹി. അദ്ദേഹം ഫോൺ ചെയ്തു ആ സമയത്ത് കൃത്യമായിട്ട്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം എല്ലാം കുറച്ച് ഓർമ്മ വന്നു. താങ്കൾ താഴെ വീണ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ട്. ദിൽവാനെ ദുൽഹരിയ ലേ ജായെങ്കിൽ ദീവാനെ പാട്ടെടുക്കുമ്പോൾ വീണെന്ന് കേട്ടു. ആ സോങ്ങിന്റെ സമയത്ത് ഷാറൂഖ് ഖാൻ തള്ളിവിട്ടോ? ഐ നോ. ഒരു പ്രാവശ്യം എന്നെ സൈക്കിളിൽ തട്ടിയിട്ടു. അതിനുശേഷം DDLJയിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അറയിട്ടു. പറഞ്ഞതുകൂടിയില്ല, ഷോട്ടിന് വേണ്ടിയാണെന്നാ വിചാരിച്ചത്. ഫറയാണെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, യുനോ ഇതാണെങ്കിലുണ്ടല്ലോ ഒരു സ്റ്റെപ്പാണ്, അതായത് ഈ പാട്ടിനിടയ്ക്ക് ഈ സ്റ്റെപ്പിൽ നീ ഇങ്ങനെ അവളെ തൂക്കിയെടുക്കണം, പക്ഷെ ഇത് അവളോട് പറയരുത് കേട്ടോ, അപ്പോഴേ നമുക്ക് റിയൽ എക്സ്പ്രഷൻസ് കിട്ടുള്ളൂ. അതായത് ഇപ്പൊ കർണകുറ്റിക്ക് ഒരു അടി കിട്ടിയാൽ നമ്മുടെ ശരിക്കുള്ള എക്സ്പ്രഷൻ വരത്തില്ലേ, അതുപോലെ. അത് കേട്ട ഉടനെ എന്നെ തറയിട്ടു അദ്ദേഹം. ആ എക്സ്പ്രഷൻ നിങ്ങൾ കാണണം. ഞാൻ ജെന്യുവൻലി ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ കൊച്ചു കൊച്ചു ഓത്തയിൽ നിങ്ങൾ ഓടുന്നത് പോലെ ഒരു സീൻ ഉണ്ടായിരുന്നു, മഴയിൽ ഓടുന്നത് പോലെ. അതിലും വീണെന്നാണ് കേട്ടത്. അവിടെ ഈ റോഡ് ഫുൾ നനഞ്ഞടക്കായിരുന്നു. ഐ ഡോണ്ട് നോ നിങ്ങൾ എത്ര പേര് കോമിക്സ് വായിച്ചിട്ടുണ്ടെന്ന്. കാർട്ടൂൺസ്, ആർച്ചീസ് കോമിക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ? അതിലൊരു ഡ്രോയിങ് ഉണ്ടാവും, അതിന്റെ കാലിങ്ങനെ കറങ്ങി ചുറ്റിയിരിക്കും, എന്നിട്ട് ടപ്പെന്ന് വീഴുന്ന പോലെ ഇരിക്കും ഇങ്ങനെ. യുനോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ താഴെ വീഴൂലേ, ഞാൻ എക്സാക്ട്ലി അതുപോലെയാണ് താഴെ വീണത്. അതിനുശേഷം സമയം നോക്കിയാൽ രാത്രി 11 മണി. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി എല്ലാരും ഓടി വന്നു. എന്നിട്ട് മറ്റേ കമ്പിളിയൊക്കെ ഇട്ട് എന്നെ പൊതപ്പിച്ചു വിട്ടു. മഴ സീക്വൻസ് ആണ്, ഡ്രസ് എല്ലാം ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു. ഭയങ്കര തണുപ്പാ, ഊട്ടിയിൽ രാത്രി സമയം കൂടിയല്ലേ. സോ എല്ലാരും കമ്പിളിയൊക്കെ എടുത്തിട്ട് ഓടി വന്നു. ആൻഡ് ദേ ജസ്റ്റ് കവറിങ് മീ. ഞാനാണെങ്കിൽ ഇങ്ങനെ താഴെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഗോഡ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവരാണെങ്കിൽ ഇത്രയും കരഞ്ഞോണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോ എങ്ങനെ സമാധാനിപ്പിക്കും? ഞാനാണെങ്കിൽ പൊട്ടി പൊട്ടി ചിരിച്ചോണ്ടിരിക്കുക. കമ്പിളി മാറ്റിയിട്ട് ഐ വാസ് ലൈക്ക്, ദിസ് ക്യാൻ ഓൺലി ഹാപ്പൻ ടു മീ. ഇതെനിക്ക് മാത്രം നടക്കത്തുള്ളൂ. ആ കാർട്ടൂൺ ക്യാരക്ടറിന്റെ ഈ വീഴ്ചയുണ്ടല്ലോ, ഇങ്ങനെ വീഴാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. വിത്തൗട്ട് എ സ്റ്റണ്ട് മാസ്റ്റർ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് കരൺ ജോഹറും ഷാറൂഖ് ഖാനും വിശ്വസിക്കുന്നത് നിങ്ങൾ ഏത് സെറ്റിൽ വീണാലും അത് പടം ഹിറ്റായിരിക്കും. ഇതൊക്കെ എന്ത് തോന്നലാണല്ലേ ഇത്. അപ്പൊ ഇനി സ്റ്റോറിയും വേണ്ട, സ്ക്രിപ്റ്റും വേണ്ട. ഞാൻ മറ്റൊരു കാര്യം കേട്ടിരുന്നു, സാൻ ഫ്രാൻസിസ്കോയിൽ മൈ നെയിം ഈസ് ഖാന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും വീണില്ലെന്നാണ് കേട്ടത്. ഭയങ്കര ടെൻഷനായിരുന്നു. അവരെന്നോട് ചോദിച്ചോണ്ടിരിക്കും, നിന്റെ ചെരുപ്പ് ശരിയാണല്ലോ അല്ലേ, നീ ഇതുവരെ ഈ സിനിമയിൽ വീണില്ലല്ലോ എന്ന്. ഐ സെഡ്, നിങ്ങൾ എന്ത് മണ്ടത്തരേ പറയുന്നത്, എന്റെ ഫ്രണ്ട്സ് എന്നല്ലേ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ഇതാണല്ലേ. അവര് ദൈവമേ ഇവളെ ഒന്ന് വീഴ്ത്തണേ, ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണേ, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണേ ഇവളെ. ഓ, അപ്പോ അവിടെ വീണോ? അതെന്നെ. വീട്ടിലേക്ക് പോകാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് വീണത്. അപ്പോഴാണ് അവർക്ക് മനസ്സിനൊരു സമാധാനമായത്. ഇപ്പൊ ഞങ്ങൾക്ക് കൺഫേം ആയി സിനിമ ഉറപ്പായിട്ട് ഹിറ്റ് ആവുന്നു. മ്യൂസിക്കിൽ വിശ്വാസമില്ല, കഥയിൽ വിശ്വാസമില്ല, പക്ഷെ ഞാൻ വീണാൽ ഉറപ്പായിട്ടും ജയിക്കും എന്നാണ് വിചാരം. ഇതുകൊണ്ടാണോ താങ്കളുടെ അച്ഛൻ താങ്കളെ മെർസിഡസ് ബെൻസ് എന്ന് വിളിക്കുന്നത്?
അതായത് വീഴാതിരിക്കാൻ വേണ്ടി. എന്റെ ഡാഡിക്ക് ആക്ച്വലി എനിക്ക് പേര് വെക്കണം വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് ഈ മെർസിഡീസ് എന്നുള്ള പേര് വലിയ ഇഷ്ടമായിരുന്നു. അത് കാർ കമ്പനിയാണ്, അതിന്റെ ഓണറാണ് മെർസിഡീസ്. മെർസിഡീസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ മോൾക്ക് ആ പേര് തന്നെ വെച്ചു. അപ്പൊ എന്റെ ഡാഡി വിചാരിച്ചത് അയാളുടെ മോൾക്ക് മെർസിഡീസിന് പേര് വെച്ചെങ്കിൽ പിന്നെ എന്റെ മോൾക്ക് എന്തുകൊണ്ട് മെർസിഡീസിന് പേര് വെച്ചൂടാ, എന്താ വെച്ചാ കുഴപ്പം. സോ ഡാഡിക്കും മമ്മിക്കും തമ്മിൽ ഈ കാര്യത്തിൽ ഒരുപാട് വഴക്കുണ്ടായി. അതിനുശേഷം പിന്നെ അമ്മ വളരെ സമാധാനമായിട്ട് അച്ഛനോട് പറഞ്ഞു, ഒരു കാരണവശാലും സമ്മതിക്കത്തില്ലെന്ന്. സോ ഇവൻച്വലി അതും എന്റെ പേര്. താങ്കളുടെ അച്ഛൻ താങ്കൾക്ക് വേണ്ടി പാട്ടെല്ലാം പാടുന്നു പറഞ്ഞു. തീർച്ചയായിട്ടും എന്റെ ഡാഡി ആദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെ നല്ല കുട്ടിയായിരുന്നേ. ചെറുതായിരുന്ന സമയത്ത് ഞാൻ നല്ല കുട്ടിയായിരുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കുട്ടി. അപ്പൊ എന്റെ ഡാഡി എപ്പോഴും പാടിയിരുന്ന ഒരു പാട്ടാണ്, You look like an angel, you walk like an angel, you talk like an angel, but you're the devil in disguise. സോ മ്യൂസിക് പാഷൻ അവിടെ നിന്നാണോ തുടങ്ങിയത്? തീർച്ചയായും. ചെറിയ പ്രായം തൊട്ട് തന്നെ എന്റെ അച്ഛൻ, എന്റെ മാമൻ, എന്റെ അമ്മ ഇവരെല്ലാവരും ഫാൻസ് ഓഫ് റോക്ക് ആൻഡ് റോൾ, കിഷോർ കുമാർ, ആർ ഡി ബർമൻ. അപ്പോ എന്തൊക്കെ സിനിമ വരുമോ ആ സിനിമയിലെ പാട്ടുകളെല്ലാം അന്നെല്ലാം കാസറ്റ് കിട്ടും. പക്ഷെ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ കാസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് പോലും നമുക്കറിയത്തില്ല. ആ കാസറ്റ് പ്ലെയർ ആരുടെയും കയ്യിൽ ഉണ്ടോന്ന് സംശയ. അങ്ങനെ നിറയെ കാസറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് വേണ്ടി എന്റെ ഡാഡി എപ്പോഴും 6 മാസം കൂടുമ്പോഴത്തേക്കും ഒരു കാസറ്റ് ഉറപ്പായിട്ടും ലേറ്റസ്റ്റ് സോങ്സ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഒരു കാസറ്റ് എനിക്ക് വേണ്ടി കൊണ്ടുവരും. ദാറ്റ് യൂസ് ടു ബി, എനിക്കത് എന്തോ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. വലിയൊരു സമ്മാനമായിരുന്നു അത്. ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. പക്ഷെ ഒരു കാലഘട്ടം വരുമ്പോൾ താങ്കൾ ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇഷ്ടമുള്ള കാര്യം ഒതുക്കി വെച്ചു. അതിന്റെ കാരണം എന്താണ്? അതെനിക്ക് അങ്ങനെ ഐ തിങ്ക് നാച്ചുറലി എങ്ങനെ ആയി എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാൻ എപ്പോഴാണ് ആ പാട്ട് കേൾക്കുന്നത് നിർത്തിയെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് നിസ്സ അപ്പോഴത്തേക്കും ജനിച്ചിരുന്നു. പിന്നെ അവള് ജനിച്ച സമയത്ത് എന്ത് നടക്കുന്ന വെച്ചാൽ, നമ്മളൊരു അമ്മയായി കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളതിൽ തോക്കാൻ പാടില്ല എന്ന് വിചാരിക്കും. ഇത് ശരിക്കും എല്ലാവരും സമ്മതിക്കേണ്ടി വരും. നമ്മൾ ഒരു കാര്യത്തിലും തോക്കാൻ പാടില്ല നമ്മുടെ വിചാരം. കരിയറിൽ നമുക്ക് തോൽവികൾ ഉണ്ടാവാം, പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. മാരേജിലും ഫെയിലിയർ ഉണ്ടാവാം, അതും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിൽ ഫെയിൽ ആയാലും നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പേരന്റ്ഹുഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. യു കാൺട്ട് അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു കുഡ് ഫെയിൽ അറ്റ് ദിസ്. അതായത് നമുക്ക് എന്ത് തന്നെ ആയാലും ശരി, യു വിൽ ഗോ മാഡ് ഡൂയിങ് വാട്ട് എവർ യു ഹാവ് ടു ബി ദ ബെസ്റ്റ് പേരന്റ് എവർ. ആൻഡ് നിസ്സ ജനിച്ച സമയത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 വർഷം സിറിഞ്ച് എടുത്തിട്ട് അതിൽ 10 ml ഉണ്ട്, 7 ml ഉണ്ട്, 6 ml അല്ല 3.5 ml ആണ്. ഡോക്ടർ 3.5 ml ആണ് പറഞ്ഞത്. ഇതില് 3.5. നിങ്ങൾ എന്തിനാ 4 ml കൊടുക്കാൻ പോയത്? 4 ml കൊടുക്കാൻ പാടില്ല. ദാറ്റ് വാസ് മീ ആദ്യത്തെ 3 വർഷം. അതിനുശേഷം ആദ്യത്തെ 3 വർഷത്തിന് ശേഷം ഐ സഡൻലി റിയലൈസ് നിസ്സ കുറച്ച് വളർന്നു. പിന്നെ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയി. പിന്നെയാണ് എനിക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ വന്നത്, 3 വർഷമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്റെ CD ഒക്കെ എവിടെ പോയി, എന്റെ കാസറ്റ്സ് ഒക്കെ എവിടെ പോയി, എനിക്കൊന്നും മനസ്സിലായില്ല. ആൻഡ് ദെൻ ഐ റിയലൈസ് ദാറ്റ് ഞാൻ ആ ടേപ്പ് റെക്കോർഡർ പോലും ഞാൻ ഓൺ ചെയ്തിട്ടില്ല. അതായത് ഞാൻ ആ TV പോലും തൊട്ട് ഓൺ ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട്. ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക്, ദിസ് ഇസ് നോട്ട് മീ. ഞാൻ ഇങ്ങനെ അല്ലല്ലോ. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യം, എനിക്കത് അത്ര വലിയൊരു പാഷനായിട്ടിരുന്നൊരു കാര്യം, അതെങ്ങനെ ഞാൻ മറന്നുപോയി. പക്ഷേ അത് അങ്ങനെ അങ്ങ് നടന്നു. എങ്ങനെയോ പതുക്കെ ഞാനതെല്ലാം അങ്ങ് മറന്നുപോയി. അതെനിക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം നോക്കാം. കരൺ വാസ് ലൈക്ക് 20 years old. 20 വയസ്സുള്ള ഒരു പയ്യൻ ഡിസ്കോയില് 3-piece സൂട്ട് ഇട്ടിട്ട് വന്നിരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞ, നിങ്ങളെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് എന്ത് പറയും? ഹലോ, ഹായ്, ഹൗ ആർ യു എന്ന് പറയുമോ? അതോ എന്നെ പോലെ വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ കാജോൾ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കാജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്തും തുറന്നു സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. കാജോൾ ഷാരൂഖ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാജോളിനെ ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചതാണെന്ന്. സുന്ദരിയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, പക്ഷെ സൈലൻസർ നൽകാതെ വിട്ടെന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫിൽറ്റർ വയ്ക്കാൻ മറന്നു എന്ന് പറയുന്ന. ശരിയാ, ഇതൊരു തരത്തിൽ പറഞ്ഞ ഫിൽറ്റർ അല്ലെങ്കിൽ വോളിയം കൺട്രോളും ഇല്ല, രണ്ടും ഇല്ലല്ലോ. അപ്പോ ഐ തിങ്ക് അജയുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ
ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. ബട്ട് ഐ തിങ്ക് ഔട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞാല് ഞാൻ ഇക്കാര്യം പറയണം. അതായത് നിറയെ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് അറിയാമോ? ഒരു പക്ഷേ ആരെങ്കിലും വന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചാല് അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു തന്നെ ആവണ്ടേ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണോ തോന്നുന്നത് താങ്കൾ ഞാൻ ഇങ്ങനെ ഔട്ട് അതങ്ങ് സ്പോക്കൺ പറയും. ആയതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നമാണ്. ഷാരൂഖ് ഖാൻ സൈലൻസർ ഇല്ലെന്ന് പറയുന്നു. കരൺ ജോഹർ ആണെങ്കിൽ താങ്കൾ പ്രഷർ കുക്കറിനെ പോലെയാണെന്ന് പറയുന്നു. എപ്പോ വിസിലടിക്കും എപ്പോ പൊട്ടിത്തെറിക്കും എന്ന് അറിയില്ലെന്ന്. ഞാൻ അത്ര മോശമൊന്നുമല്ല. ചിലപ്പോ ആയിരുന്നിരിക്കാം ഒരു കാലത്ത് അങ്ങനെ. ബട്ട് ഐ എം മച്ച് ബെറ്റർ നൗ. ഐ ഹാവ് ടു സേ ദറ്റ് ഞാൻ കുറച്ച് ഞാനങ്ങ് ഫുള്ളായിട്ട് മാറിയെന്ന് പറയില്ല. പക്ഷെ ഒരു 10% ഫിൽറ്റർ എന്തായാലും വന്നിട്ടുണ്ട്. വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ബാസിഗർ സിനിമയുടെ സെറ്റിൽ വെച്ച് ഷാരൂഖ് ഖാനെ ആദ്യമായിട്ട് കാണുമ്പോ അതെ ദൈവമേ എന്തൊരു മനുഷ്യനാണ്, വാ തുറന്ന് സംസാരിക്കില്ലെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് കേട്ടു. അതെ, വളരെ വിചിത്രമായിരുന്നു. എനിക്കിത് പറയാതെ പറ്റില്ല. ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഇത് പറയാനേ, ഷാരൂഖ് ജി ഇന്ന് ജനുവരി 1-ാം തീയതിയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ 31-ാം തീയതി എല്ലാരും രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1st ജാനുവരി അല്ലേ ജോലി ചെയ്യാന്ന് വെച്ചിട്ട്. ഇല്ലെങ്കിൽ ആരാ ജനുവരി 1-ാം തീയതി ഒക്കെ ജോലി ചെയ്യുന്നത്? ഐ മീൻ only ഷാരൂഖ് ഖാൻ, only he can do that. And but ഞാൻ obviously I was very up and about and chirpy and I was loud and അപ്പോ അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു രവി അങ്കിൾ. അദ്ദേഹമാണെങ്കിൽ he was a മഹാരാഷ്ട്രിയൻ. ഞാൻ എന്റെ ഇഷ്ടത്തിന്റെ മറാഠിയിൽ അദ്ദേഹത്തിനോട് ഷാരൂഖിനെ കുറിച്ച് പറഞ്ഞോണ്ടേയിരിക്കുക. അതായത് എന്ത് ഹീറോയാ ഇത്, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, എവിടുന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ എന്തോ, ഒന്ന് വിചിത്രമായിട്ടുള്ള ആളായിട്ടുണ്ട്, ആരെയും ശരിക്കും നോക്കുന്ന പോലുമില്ല, വലിയൊരു കറുത്ത് കണ്ണാടി വെച്ചോണ്ട് വന്നിരിക്കുന്നു. കുറെ നേരമായിട്ട് ഞാനിങ്ങനെ കടപടേന്ന് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ആരോ പറയാ, പ്ലീസ് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, ഒന്ന് വാ അടയ്ക്കാൻ പറയൂ, ആരെങ്കിലും ഒരു സൈലൻസർ വെക്കൂ ഇതിന്റെ വായില്. പിന്നെ ഐ തിങ്ക് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഹായ് ഹൗ ആർ യു, ദിസ് ദാറ്റ് ആൻഡ് ദാറ്റ്. ഹി വാസ് ലൈക്ക്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വാക്ക്, ഡോണ്ട് യു എവർ കീപ് ക്വയറ്റ്, കാൻ't you ever keep quiet? So I was like, no, I can't keep quiet. This is not going to happen. അതിനുശേഷം ഇനി എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ഐ തിങ്ക് അതിനുശേഷമാണ് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചത് തന്നെ. ആൻഡ് എനിക്ക് ഇപ്പൊ വരെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാല് ഉറപ്പായിട്ടും ടൈമർ വെക്കണം ഉത്തരം പറയുന്ന സമയത്തിന്. അദ്ദേഹം ഉത്തരം പറയാനാണോ? അതുപോലെ ആ സിനിമയിൽ മറ്റൊരു കാര്യവും സംഭവിച്ചെന്ന് കേട്ടു. താങ്കളുടെ അടുത്തുനിന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ഷാരൂഖ് ഖാൻ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന്. ഒരുപാട്. അതെന്താന്നറിയാമോ, എനിക്കെന്താ തോന്നുന്ന വെച്ചാല് ലൈഫില് വേറെ 2-3 കാര്യങ്ങളുണ്ടേ, ഞാൻ ഇതുവരെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ആസ് എൻ ആക്ടർ ഹൗ ക്യാൻ യു പോർട്രേ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ആ ക്യാമറയിൽ കാണിക്കാൻ പറ്റും? നമുക്കൊരു കാര്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, അതും നമ്മുടെ ജോലി. ഒരു ആക്ടർ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ജോലി തന്നെ ഇതാണല്ലോ. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ക്യാമറ മുമ്പിൽ കാണിക്കണം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ക്യാമറയിൽ കാണിക്കാൻ പറ്റും? ഇപ്പൊ ഈ നാണിക്കാനൊക്കെ പറഞ്ഞാലേ, അത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നാണിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കും, ആർ യു എംബാരസ്ഡ്? I was like, I don't understand the word only embarrass. What do you mean by that? What am I supposed to feel? I can act, കുറച്ചൊക്കെ. But സത്യം പറയാണെങ്കിൽ ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓൺലി. എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. ഇനി ഒരു പക്ഷെ മനസ്സിലായാൽ പോലും ഐ ഹവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഹൗ ടു ആക്ട് ഇറ്റ് ഔട്ട്. പക്ഷെ ആദ്യമായിട്ട് താങ്കളെ കാണുന്ന ഒരു വ്യക്തി താങ്കൾ എത്രത്തോളം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും. കരൺ ജോഹറിനെ ആദ്യമായിട്ട് കാണുമ്പോ കരൺ ജോഹർ, ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് കരൺ ജോഹറിനെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു ഡിസ്കോതെക്കിൽ വെച്ചിട്ടാണ്. ഒരു പ്രോപ്പർ ഡിസ്കോതെക്ക്. അവിടെ ഒരു പാർട്ടി, ദർ വാസ് എ പാർട്ടി ഗോയിങ് ഓൺ അറ്റ് ദ ഡിസ്കോ. ഒരു സിനിമയുടെ പാർട്ടി തന്നെയാ. പക്ഷെ കരൺ അന്ന് 20 വയസ്സ് പ്രായമേ ഉണ്ടാവുള്ളേ. 20 വയസ്സുള്ള ഒരു പയ്യൻ ഡിസ്കോയില് 3-piece സൂട്ട് ഇട്ടിട്ട് വന്നിരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞ, നിങ്ങളെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് എന്ത് പറയും? ഹലോ, ഹായ്, ഹൗ ആർ യു എന്ന് പറയോ? അതോ എന്നെ പോലെ ഇങ്ങനെയാണ് നടന്നത്. എന്റെ റിയാക്ഷൻ അങ്ങനെയായിരുന്നു. വളരെ ഫണ്ണിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓബ്വിയസ്ലി ഒരു മനുഷ്യൻ ഡിസ്കോയിൽ വരിക 3-piece സൂട്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെ വരാൻ പറ്റും? അതും വിത്ത് ടൈ, ആ വേസ്റ്റ് കോട്ടിൽ അതൊക്കെ ഇട്ടിട്ട്. എന്നാലോചിച്ചേ, ഹി സ്റ്റാൻഡിങ് ഓവർ ദേർ അറ്റ് ദി ഡിസ്കോതെക്ക്. ഞാൻ പറഞ്ഞു, ലുക്കിംഗ് സോ ഫണ്ണി. ഒരു ജീൻസ് ടീഷർട്ട് ഇടാൻ പാടില്ലായിരുന്നോ? അദ്ദേഹത്തിന്റെ മമ്മി വളരെ നന്നായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മമ്മിക്ക് അറിയില്ലായിരുന്നിരിക്കും അദ്ദേഹം ഡിസ്കോയ്ക്കാ വരുന്നതെന്ന്. കരൺ ജോഹറിനോട് താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചത്. ഞാൻ ആക്ച്വലി ഒരു ഷോയിൽ പറഞ്ഞായിരുന്നേ, ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പശുവിനെ ഓടിച്ചോണ്ട് വരും. പക്ഷെ അതൊരു ഇംഗ്ലീഷ് ഷോ ആയിരുന്നേ. അപ്പൊ അതൊരു ഇംഗ്ലീഷ് ഷോ ആയിരുന്നോണ്ട് ഇറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രാമത്തിൽ നിന്ന് ഒരു പയ്യനെ കൊണ്ടുവരികയാണെന്ന്.
അതിന് കരൺ ജോഹർ എന്താ പറഞ്ഞത്? കരൺ അപ്പം ഭയങ്കരമായിട്ട് ശരിക്കും ഷോക്ഡ് ആയിപ്പോയി. അതിനുശേഷം അദ്ദേഹം വാട്ട് ആർ യു സേയിങ് ഓൺ ദ നാഷണൽ ടിവി? യു കാന്റ് സേ ദിസ് അബൌട്ട് മീ ഓൺ നാഷണൽ ടിവി. ഐ വാസ് ലൈക്ക്, ഞാൻ അങ്ങനെ ആ അർത്ഥത്തിലല്ല പറയാൻ വന്നത്. കണ്ടില്ലേ എന്നെ ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്നു. ഞാൻ തന്നെ അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓപ്പണായിട്ടുള്ള സംസാരത്തിന് നമ്മൾ പല ഉദാഹരണങ്ങളും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ അഭിനയിച്ച കബി ഖുഷി കബി കമ്മിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതെ. അതിൽ താങ്കൾ പറയുന്നത് നിന്റെ ആകാര जामुई कीड़े पड़े जामुई कीड़े पड़े तेरे खाने में. तेरा टेबल हिलने लगे, तेरी कुर्सी टूट जाए. അപ്പൊ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വന്ന കാര്യമാണോ? അതെ അതെ, ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരുന്നതാ. എനിക്ക് ഐ തിങ്ക് അതിൽ കുറച്ച് പഞ്ചാബി ഉണ്ടായിരുന്നു. സോ കരൺ വന്നിട്ട് ഇങ്ങനെ കുറെ പഞ്ചാബി ഡയലോഗ്സ് ഒക്കെ എഴുതി നല്ല രസമായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ കുറച്ച് പഞ്ചാബിയും കൂടെ താളിച്ചിടണമെന്ന്. ഇതിൽ നല്ല ഫ്ലേവർ ഉണ്ടാവണം, ഇതിൽ എങ്ങനെയെങ്കിലും പഞ്ചാബി അല്ല നല്ല പഞ്ചാബിയായിട്ട് തന്നെ അഭിനയിക്കണമെന്ന്. സോ ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തു, ഡയലോഗ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു ശരിക്ക്. പക്ഷെ ശരിയാ, നാച്ചുറലി വന്നു, ഇമോഷൻ അകത്തുനിന്ന് തന്നെ വന്നു. ഇതിനുള്ളിൽ ബോർഡർ കടന്ന ആരോടാണ് കൂടുതൽ ഔട്ട് സ്പോക്കൺ ആയിട്ട് സംസാരിച്ചത്? എനിക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയാല് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്താ പറയാ, എന്റെ കണ്ണാടിയില്ലല്ലോ ഇപ്പൊ കയ്യില്. അതുകൊണ്ട് തന്നെ എനിക്ക് പകുതി കൂടുതൽ കാര്യങ്ങൾ കണ്ണു കാണാൻ പറ്റുന്നില്ല. പിന്നെ പലരും എന്നെ കാണാൻ വരുമ്പോഴ് ഒരു പ്രാവശ്യം മണിരത്നം സാർ വന്ന സമയത്ത് പിന്നെ അജയ് ദേവ്ഗന്റെ കൂടെ സംഭവിച്ചിട്ടുണ്ട്. നടന്ന രണ്ട് കാര്യങ്ങളും പറയൂ. ഒന്ന് പറയാം. അതായത് അജയുടെ കൂടെ ഞാൻ ഹൽച്ചൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയമാണ്. ആ സമയത്ത് അപ്പോ നമുക്ക് ലാൻഡ് ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്റെ റൂമിൽ ഒരു ദിവസം ഫോൺ അടിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ ഫോൺ എടുത്തു. ഹലോ, ദിസ് ഇസ് അജയ് ദേവ്ഗൻ സ്പീക്കിംഗ്. ഞാൻ പറഞ്ഞു യാ ദിസ് ഇസ് ശ്രീദേവി. ഫോൺ വെക്കടാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു. നോ ദിസ് ഇസ് റിയലി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫോൺ വന്നു. നോ ദിസ് ഇസ് റിയലി അജയ് ദേവ്ഗൻ. നോ റിയലി ഞാൻ അജയ് തന്നെയാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഐ സെഡ് യാ റൈറ്റ്, ഇത് റോങ് നമ്പറാ, ശ്രീദേവിയുടെ നമ്പറാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം അദ്ദേഹം ഫോൺ ചെയ്യുമ്പോ എന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ആന്റി ഐ വാണ്ട് ടു ഇൻവൈറ്റ് ഫോർ മൈ സിസ്റ്റേഴ്സ് വെഡിങ്. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്, കല്യാണം വിളിക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ ഓരോ പ്രാവശ്യം അവര് ഫോൺ എടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നടന്നത്. പിന്നെ മണിരത്നം അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഹി വാണ്ടഡ് ടു കാസ്റ്റ് മീ ഇൻ ദിൽസെ, ആ സിനിമയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഷാറൂഖ് ഖാനെയും എന്നെയും വിളിക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പിന്നെ ഉറപ്പായിട്ടും ഷാറൂഖിനോട് അദ്ദേഹം സംസാരിച്ച് കാണണം. അതിനുശേഷം എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ സിനിമയെക്കുറിച്ച് ട്വീറ്റും ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ കാറിലിരിക്കുകയായിരുന്നു. ദുഷ്മൻ സിനിമയുടെ ഒരു സ്റ്റില്ലുണ്ടായിരുന്നു അവിടെ. സോ ആ സ്റ്റില്ലിൽ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ആക്ച്വലി ആ സ്റ്റില്ലിൽ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മണിരത്നം സാർ എനിക്ക് ഫോൺ ചെയ്യുക. അപ്പോ എനിക്ക് മണിരത്നത്തിന്റെ ഫോണാണല്ലോ. ഞാനിങ്ങനെ ഹലോ ഹായ് ഹലോ ഐ എം മണിരത്നം സ്പീക്കിംഗ്. അപ്പോ ഞാൻ വിചാരിച്ചത് ഞാൻ മുമ്പിൽ ഇരിക്കുകയില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചത് ഷാറൂഖ് എന്നോട് പ്രാങ്ക് ചെയ്യാണെന്ന്. ഞാൻ അതിനേക്കാളും ഞാനിങ്ങനെ ഷാരൂഖ് യു നോ സ്റ്റോപ്പ് ഇറ്റ്, ഐ എം നോട്ട് ഗോയിങ് ടു ബിലീവ് യു ദിസ് ടൈം. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. സോ ഹി സെഡ് നോ ദിസ് ഇസ് റിയലി മണിരത്നം സ്പീക്കിംഗ്. ഐ സെഡ് നോ sorry it's not happening, I'm in the middle of a shot and I can't talk to you right now എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഷാറൂഖ് ഉടനെ എനിക്ക് ഫോൺ ചെയ്യാം, ഏയ് idiot, it's മണിരത്നം. It's really മണിരത്നം on the phone. അല്ല സത്യമായിട്ട് എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഇതൊക്കെ? ആരെങ്കിലും പറഞ്ഞു എന്നോട് മണിരത്നം എനിക്ക് ഫോൺ ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ഷാരൂഖ് ഇതുപോലെ പല പ്രാവശ്യം കളിച്ചിട്ടുണ്ടെന്നാണ്. അതെ അതെ, ഷാറൂഖിനും എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഒന്നിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അതുപോലെ ചില സമയത്താണെങ്കിൽ ഞാൻ ചിലപ്പോൾ താഴെ വീഴും, പുള്ളി വന്ന് എന്നെ രക്ഷിക്കും. എന്തെങ്കിലും ഒന്ന് നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഡീപ്പാണ്. താങ്കളുടെയും ഷാരൂഖ് ഖാന്റെയും പേർ എല്ലാ ജനങ്ങൾക്കും വളരെയധികം ഇഷ്ടമാണ്. അവരും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മാം, നിങ്ങൾക്ക് ആക്ട്രസ് ആവണമെന്ന് ചെറിയ വയസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നോ അതോ വലുതായതിനു ശേഷമാണോ? ഞാൻ ഒരിക്കലും ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, യുനോ എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാൻ ഈ ആക്ടിംഗ് പ്രൊഫഷനിലേക്ക് ഒരിക്കലും പോകത്തില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ ശമ്പളം ശരിയായിട്ട് കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു മാസം ആരോടും പറയാതെയും ചോദിക്കാതെ എപ്പോഴെങ്കിലും ആയിരിക്കും ഒരു പേയ്മെന്റ് വരുന്നത്. അമ്മ എന്തോരം ജോലിയാ ശരിക്കും ചെയ്യുന്നത്. അതായത് എന്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഒരേ സമയം തന്നെ 4-5 സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടാവും, പിന്നെ 2 തൊട്ട് 10 വരെ അടുത്ത ഷിഫ്റ്റ് ഉണ്ടാവും.
എപ്പോഴും ഭയങ്കര ബിസി ആയിട്ടിരിക്കും. ആൻഡ് ഐ വുഡ് നെവർ ഗെറ്റ് ടു സീ ഹർ. അമ്മയ്ക്ക് ഞങ്ങൾ നോക്കാനേ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാനേ പറ്റില്ല ഒരിക്കലും. ഐ വാണ്ട് 9 to 6 ജോബ്. മനസമാധാനമായിട്ട് മാസാവസാനം കൃത്യമായിട്ട് ശമ്പളം കിട്ടും. എനിക്ക് അത് മതി, വേറൊന്നും പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ ജോലിയൊന്നും ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ പൂജയുടെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അണയ്ക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എന്റെ കാര്യത്തിൽ നടക്കത്തില്ല എന്ന്. വാട്ട് അടുപ്പ് അത് ഇതെന്ന്, ജസ്റ്റ് മേക്കപ്പ് അല്ലേ, വൈകുന്നേരം കഴുകി കഴിഞ്ഞാൽ അതെല്ലാം പോയിക്കോളും, ഒക്കെ നോർമൽ ആയിട്ടേ ഇരിക്കുള്ളൂ. പക്ഷെ അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റായി. ഞാനിപ്പോ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ തന്നെയാണല്ലോ. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, ഞാൻ ജോലിയാണെങ്കിൽ അത് നല്ല ജോലിയായിരിക്കണം. ഗദർ ഒരു നല്ല സിനിമയാണ്, ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. താങ്കൾക്ക് അതിൽ ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല. എനിക്കത് സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. ദിൽസേ? ഡേറ്റ്സ് മാച്ച് ആയില്ല. അപ്പൊ പിന്നെ മൊഹബത്തിന് എനിക്ക് ആരും ഓഫർ ചെയ്തില്ലല്ലോ. ഓഫർ ചെയ്തിരുന്നോ? എനിക്കൊരു ഓർമ്മയില്ല. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഫിലിം ഇൻഡസ്ട്രിയിലെ വലിയ സൂപ്പർ സ്റ്റാറായ കജോളിനോടാണ് ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇവർ വലിയ മടിച്ചിയാണ് എന്നുള്ളതാണ്. കജോൾ, താങ്കൾ 25 വർഷമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, സ്നേഹം നൽകുന്നു, നിറയെ അവാർഡുകൾ കിട്ടി. പ്രശസ്തി എത്രയുണ്ടെങ്കിലും ജോലി ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലേ? ജോലി ഞാൻ കുറച്ചേ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഈ കുറ്റാരോപണം ഐ ഹാവ് ടു സേ ഞാൻ അങ്ങനെയാണ് ആണെന്നേ, ഞാൻ അങ്ങനെയാണ്. പക്ഷേ ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചാ, ഇറ്റ്സ് ഓൺലി ഇൻ റിലേഷൻ ടു മൈ വർക്ക്. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാല്, ഐ ഡോണ്ട് തിങ്ക് ഞാൻ താങ്കളുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും പറയുന്നു, താങ്കളുടെ അമ്മ പറയുന്നു, താങ്കളുടെ ഹസ്ബൻഡ് പറയുന്നു മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ. കുട്ടികളും കൂടി അങ്ങനെയല്ലേ താങ്കളോട് പറയുന്നത്? അതെ, എന്നോട് ജോലി ചെയ്യാനാണ് അവരെല്ലാരും പറയുന്നത്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാല്, ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ജോലിയായിരിക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഫോർച്ചുനേറ്റ്ലി ഭഗവാൻ എനിക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഐ ഡോണ്ട് ഹാവ് ടു വർക്ക്. ഞാൻ ജോലിക്ക് പോകണമെന്ന് അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല, ഞാൻ ജോലിക്ക് പോകണമെന്നേ ആവശ്യമില്ല. So I think if I have to work, I want to do films that I would want to be there 100%. ഞാൻ താങ്കൾക്ക് ഓപ്ഷൻ നൽകാം. ഗദർ നല്ലൊരു സിനിമയാണ്, താങ്കൾക്ക് അതിൽ റോൾ ഓഫർ ചെയ്തിരുന്നു, പക്ഷേ താങ്കൾ അത് ചെയ്തില്ല. എനിക്കത് സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. ദിൽസേ? ഡേറ്റ്സ് മാച്ച് ആയില്ല. അപ്പോ മൊഹബത്തിന് എനിക്ക് ആരും ഓഫർ ചെയ്തില്ലല്ലോ. ഓഫർ ചെയ്തിരുന്നോ? എനിക്കൊരു ഓർമ്മയില്ല. ദിൽ തോ പാഗൽ ഹേ ഓഫർ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അപ്പോ ദിൽ തോ പാഗൽ ഹേയുടെ ഓഫർ എനിക്ക് വന്ന സമയത്ത് എനിക്കപ്പോ എന്റെ റോൾ അത്ര പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് മിസ് ചെയ്തത്. പിന്നെ 3 ഇഡിയറ്റ്സ്, കരീന കപൂറിന്റെ ക്യാരക്ടർ താങ്കൾക്കാണ് ഓഫർ ചെയ്തത്. അദ്ദേഹം ആക്ച്വലി ആ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞായിരുന്നു. അതെന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് എന്താ പറഞ്ഞെന്നറിയാം, മാധവന്റെ റോൾ എനിക്ക് തരൂന്ന്. ഞാനത് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം അത് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഹീറോയിൻ റോൾ മാത്രമേ തരാൻ പറ്റുള്ളൂ അത്രേ. ഇല്ല പറ്റത്തില്ല, ഞാൻ മാധവന്റെ റോൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഔട്ട് ഓഫ് 3 idiots, one of them can be a girl na. It's okay. But he said no. താങ്കൾ മൊത്ത കഥയും മാറ്റാൻ നോക്കി. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ആ പടം താങ്കൾ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ താങ്കൾക്ക് കൂടുതൽ സ്ഥാനം കിട്ടിയേനെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സിനിമയും എന്റേതായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു സിനിമയിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ സിനിമ എന്റേതല്ല. അത് കരീനയുടെ സിനിമയാണ്, അത് ആമിഷയുടെ പടമാണ്, അതെല്ലാം മറ്റുള്ളവരുടെ റോൾസ് ആയിരിക്കണം. ഇത് മറ്റുള്ളവരുടെ സിനിമയാണ്. ഞാനൊരു പക്ഷെ നോന്ന് പറഞ്ഞിട്ടുണ്ടാവാം സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അതൊരിക്കലും എന്റെ സിനിമയാവില്ലല്ലോ. ഏതെങ്കിലും സിനിമയുടെ ഒരു റോൾ കണ്ടിട്ട് ഈ റോൾ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെയും ഇത് എനിക്ക് നന്നായിരുന്നേനെന്നൊരു തോന്നൽ? എനിക്ക് സാധാരണ എന്ത് തോന്നുന്നു വെച്ചാല്, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ സമയം ഇറ്റ്സ് എ ഫാബുലസ് ടൈം. ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത് വളരെ നല്ല സമയമാണ്, പ്രത്യേകിച്ച് ആക്ടേഴ്സിന്. എന്താ വെച്ചാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ വളരെ വ്യത്യാസമായിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പടങ്ങളൊക്കെ അംഗീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം ഞങ്ങൾക്കിപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പോസിബിൾ ആവുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഐ ഡോണ്ട് തിങ്ക് തുമാരി സുലു
ഒരു 8 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അന്ന് അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവോ, അതിനാരെങ്കിലും പൈസ തന്നെ റെഡി ആയിട്ടുണ്ടാവുമോ, അന്ന് നടന്നിട്ടുണ്ടാവുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് അല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി ഫൈനാൻഷ്യലി വയബിൾ ഓൾസോ ഫോർ ദ പ്രൊഡ്യൂസർ ടു മേക്ക് ദ ഫിലിം. സോ താങ്ക് യു ഓൾ ഓഫ് യു, താങ്ക് യു. ഇതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇത്രയും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇത്രയും എക്യുപ്മെന്റ്സ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. ജോലി ചെയ്യാൻ അന്നൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷേ കുറെ ജോലി ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഒരു പക്ഷെ ഞങ്ങൾ 4 സിനിമകളിൽ അഭിനയിക്കുകയാണെങ്കിൽ പ്രൊമോഷൻ ഒന്നും ഇത്രയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 19 ദിവസം നമുക്ക് സേവ് ആവുമല്ലോ. പിന്നെ യുനോ ഞങ്ങൾ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയും ഫെസിലിറ്റീസ് ഇല്ല. അന്ന് ഈ വാനിറ്റി വാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് കൂളർ പോലും ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ജസ്റ്റ് ഒരു ഫാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ വീശി വീശി ഇരിക്കും. ബട്ട് ഐ തിങ്ക് അതില് ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. ആ എൻജോയ്മെന്റ് വളരെ നല്ലൊരു ഫീൽ ആയിരുന്നു. യുനോ അന്നത്തെ ഫെസിലിറ്റീസ് കുറവായിരുന്ന സമയത്ത് പറഞ്ഞപ്പോ താങ്കൾക്ക് ഒരിക്കൽ ഒരു ബസ് ലഭിച്ചിരുന്നു, അതിലൊരു ലൂ ഉണ്ടായിരുന്നു, ടോയ്ലറ്റ്. അത് കണ്ട് താങ്കൾ ശരിക്കും എക്സൈറ്റ് ആയെന്നാണ് കേട്ടത്. സ്വിറ്റ്സർലാൻഡില് ഞങ്ങൾ DDLJയുടെ ഷൂട്ടിന് പോയ സമയത്താണ്. അതെ ശരിയാ, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ബസ് കിട്ടിയെന്ന്, അതും ബാത്റൂം ഒക്കെ ഉള്ളത്. വി വാസ് സോ എക്സൈറ്റഡ്. ഓരോരുത്തരും പോയിട്ട് ആ ബാത്റൂം തുറന്നു നോക്കുക. അയ്യോ എത്ര നല്ല ബാത്റൂം, നോക്ക് ഇത് നമ്മുടെ കൂടെ വരാൻ പോവാണോ? നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ തന്നെ ഇത് വരും. സോ യാ, വി വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ബസ്. ഇതിനു മുൻപെല്ലാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്, അതായത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല, സ്റ്റുഡിയോയ്ക്കുള്ളിൽ പോലും അത്രയും ഫെസിലിറ്റീസ് ഇല്ലെന്നാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, യുനോ വി ഹാവ് ടു ബി മോർ ക്രിയേറ്റീവ്. അതായത് നമുക്ക് ഒരിടത്തും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഒരു 4 ഷോൾ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കൂ. ഏതെങ്കിലും ഒരു മൂല നോക്കി നമ്മൾ കാട്ടിനകത്തോട്ട് കയറിപ്പോകും. പഴയ സിനിമയിലെ കാണിക്കില്ലേ, വളരെ ദൂരത്തിൽ കാട്ടിനകത്തോട്ട് പോയെന്ന്. കാട്ടിനകത്ത് പോയിട്ട് വല്ല മലയുടെയും പുറകിൽ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരും. ജീവിതത്തിൽ യഥാർത്ഥമായിട്ടേ. ഒരുപക്ഷെ അതുകൊണ്ടാണോ താങ്കൾ വളരെ ലേസി ആയത്? ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതിനുശേഷം വാനിറ്റി വാൻസ് ഒക്കെ വന്നേ, അതൊക്കെ ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ അങ്ങനെ 25 വർഷം കഴിഞ്ഞു. ഞാൻ നിയർലി 35 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഓർ 36 ഫിലിംസ് ലൈക്ക് ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഞാൻ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്റെ മനസ്സിലൊരു ഉത്സാഹമുണ്ട് എന്റെ ഉള്ളില് സിനിമകൾ ചെയ്യാനായിട്ട്, ആൻഡ് ടു വർക്ക്. സിനിമകളല്ലാതെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ദൈവമേ ഇതും വേറെ ഉണ്ടോന്ന് വളരെ പെയിൻഫുൾ യുനോ. എനിക്കാണെങ്കിൽ ഒരിക്കലും ഈ ഫോട്ടോഷൂട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. അതുകൊണ്ട് ഞാൻ അതിന് ഒരു ഉത്തരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഐ വാസ് മെയ്ഡ് ഫോർ എ മൂവി ക്യാമറ, നോട്ട് എ സ്റ്റിൽ ക്യാമറ. ഐ വാസ് മെയ്ഡ് ഫോർ എ മൂവി ക്യാമറ. അതിൽ നിങ്ങൾക്ക് എന്റെ എക്സ്പ്രഷൻസ് എങ്ങനെ വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യാം. ഞാൻ കൈ ഇങ്ങനെ ആട്ടുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു പോസ് ഫോർ എ സ്റ്റിൽ ക്യാമറ, അത്രേ ഉള്ളൂ. അപ്പൊ ഏത് ജോലി ചെയ്യാനാണ് വളരെ ഈസി ആയിട്ടുള്ളത്? ഏത് ചെയ്യാനാണ് എളുപ്പമെന്ന് ചോദിച്ചാല്, ഐ തിങ്ക് നിന്നിട്ടിങ്ങനെ ആക്ടിങ് ചെയ്യുന്നതാണ് എളുപ്പം തോന്നുന്നു. പക്ഷെ അതിനുവേണ്ടി മേക്കപ്പ്, മുടി, തല എല്ലാം ശരിയാക്കണം. പിന്നെ കുറച്ച് വിചിത്രമായിട്ടുള്ള ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സൊക്കെ ഇടേണ്ടി വരും. സോ അത് ആക്ച്വലി കുറച്ച് കഷ്ടപ്പാടാണ്. ഐ തിങ്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ആക്ടിങ് ചെയ്യുന്നതാണ്. കാജോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. താങ്കളുടെ സ്റ്റൈലിലാണ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് എന്താണെന്ന് ചോദിക്കും. കുറെ അവാർഡ് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ടല്ലോ, പക്ഷേ അജയ് സാറിനെ ഒരു ഫംഗ്ഷനിലും കാണാറില്ലല്ലോ. ഞാൻ പോകുന്നില്ല അവാർഡ് ഫംഗ്ഷൻ ഒക്കെ ആക്ച്വലി. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അവാർഡ് ഫംഗ്ഷനിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അജയ് സാർ പോവില്ല, ഞാനുണ്ടല്ലോ ഇതിനൊക്കെ. ബെറ്റർ ഹാഫ് എന്നെ കയറ്റി അയക്കും ഇതിനൊക്കെ. താങ്കൾ ധാരാളം റോളുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണെന്ന് ഒന്ന് പറയാമോ? നിങ്ങൾ ആക്ച്വലി ചോദിച്ച ചോദ്യം വളരെ പ്രയാസമുള്ളതാണ് കേട്ടോ. എന്താന്ന് വെച്ചാല്, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. സ്ക്രീനിൽ ഒരു ആക്ടറിന് ഏറ്റവും പ്രയാസമുള്ള കാര്യം ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ഓഡിയൻസിനെ കരയിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അവരെ ചിരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ നല്ലപോലെ ജോലി ചെയ്തത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എപ്പോഴാണ് ജോലി എന്ന് വെച്ചാല്, ഏറ്റവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എപ്പോഴാന്ന് വെച്ചാൽ ഉദാർ കി സിന്ദഗി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ്. അന്ന് എനിക്കൊരു 18-19 വയസ്സുണ്ടാവും. ആ പ്രായത്തിലാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. അപ്പൊ എനിക്കത് വളരെ ഒരു ഹെവി ഫിലിം ആയിരുന്നു. ശരിക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സിനിമ. അതിൽ ഒരുപാട് കരയണം, പിന്നെ പിന്നെ വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ സംസാരിക്കണം, കുറെ ഇമോഷണൽ സീൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ സിനിമ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ അതിലെന്റെ പരിശ്രമം നന്നായിട്ട് അറിയാൻ പറ്റും. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നല്ലപോലെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. മാഡം, താങ്കൾ ചോദിക്കൂ.
ഇപ്പോൾ താങ്കൾക്കും കരൺ ജോഹർ സാറിനുമുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു അതിനെക്കുറിച്ചൊന്ന് ആരുടെ പറയൂ. കൂടെ? കരൺ ജോഹറിന്റെ ആ, അടുത്താ? അതെ മാഡം. എവറിഥിങ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. വളരെ നന്നായിട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. താങ്കൾക്കും കരൺ ജോഹറിനും വഴക്കാണ് 25 വർഷത്തെ സൗഹൃദം കട്ട് ചെയ്തെന്ന്. രണ്ടുപേരും പരസ്പരം അതെ. വെട്ടാൻ വേണ്ടി കത്തി എടുത്തോണ്ട് ചുറ്റി കറങ്ങുകയാണെന്ന് കേട്ടു. നിങ്ങൾ ശരിക്കും നല്ലൊരു വക്കീലിനെ പോലെയാ സംസാരിക്കുന്നത് കേട്ടോ. കഴുത്ത് മുറിക്കാൻ തീരുമാനിച്ചോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല കേട്ടോ. ഐ തിങ്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് വഴക്കുണ്ടാവും. ആൻഡ് ട്രൂ ഫ്രണ്ട്സിനെ നോക്കുകയാണെങ്കിൽ എത്ര വഴക്കിട്ടാലും അതിനുശേഷവും സൗഹൃദം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. താങ്ക് യു. കരൺ അർജുൻ സിനിമയിൽ താങ്കൾക്കൊരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ എന്താ വിചാരിച്ചാൽ നിങ്ങൾ വീണ്ടും കരൺ ജോഹറിനെ കുറിച്ച് ചോദിക്കാൻ പോവാണെന്ന്. കരൺ അർജുൻ സിനിമയില് ജീവിതത്തിൽ പറയൂ. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കില്ല. അതെ. അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അനുഭവം ഉണ്ടോ? ജീവിതത്തിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. പിന്നെ ആലോചിക്കുന്നത് വിചാരിക്കുന്നത് എപ്പോഴും നടക്കും, ഒരുപക്ഷെ നടക്കില്ല. പക്ഷെ എപ്പോഴും നടക്കാത്തത് എപ്പോഴെങ്കിലും നടക്കും. തീർച്ചയായിട്ടും ഐ ടോട്ടലി അഗ്രി വിത്ത് യു. ഇത് എന്റെ ജീവിതത്തിന്റെ കഥ തന്നെയാണ്. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കയറുന്ന ഒരു പ്രാവശ്യം പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് എന്റെ കാര്യത്തിൽ നടന്നു. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി. ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് വിചാരിച്ചു വെച്ചിരുന്നതാണോ അതൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞാൻ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോ ഞാനൊരു ആക്ടറിനെ കല്യാണം കഴിക്കണം എന്ന് ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷെ അതും നടന്നു. സോ ഈ പർട്ടിക്കുലർ ഡയലോഗ് താങ്കളുടെ ജീവിതത്തിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും. ഐ തിങ്ക് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ നടക്കുന്നത്. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം അബ്കി അദാലത്തിൽ കാജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം നമുക്ക് നോക്കാം. എനിക്ക് എപ്പോഴും എന്താ തോന്നുന്നു വെച്ചാൽ ഐ എം വെരി കൂൾ, ഐ എം വെരി അട്രാക്റ്റീവ് ആൻഡ് ഐ എം വെരി ഇന്റലിജന്റ്. പക്ഷേ മുടിയാണെങ്കിൽ ആ സൈഡിലും ഈ സൈഡിലും മുടി ആടുന്നു. അങ്ങോട്ടും അത് ഇങ്ങോട്ടും കാടുന്നുണ്ട്, ഡ്രസ് ആണെങ്കിൽ സ്ലിപ്പായിട്ട് പോകുന്നു. എന്റെ അമ്മ ചെറുതിൽ എപ്പോഴും പറയും, മോളെ നിന്റെ കണ്ണിൽ മുള്ളുണ്ടെന്നാ തോന്നുന്നത്. ഒരു ഡ്രസ് മര്യാദക്ക് ഇരിക്കത്തില്ല, അല്ലെങ്കിൽ അത് കീറിക്കളയും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി നല്ല അഭിനേത്രിയായ കാജോളാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം തന്നെ ആശിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. കജോൾ, ഞാൻ കേട്ടിരുന്നു താങ്കൾക്ക് താങ്കളെ വളരെയധികം ഇഷ്ടമാണെന്ന്. തീർച്ചയായും. രാവിലെ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് എന്നെ പോലൊരു സുന്ദരി വേറെ ആരും ഇല്ലെന്ന് പറയുന്നു. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ദാറ്റ് ഈസ് യു ആർ ഗോർജിയസ്, ഐ ആം ലുക്കിംഗ് അമേസിംഗ്, ഐ ആം ലുക്കിംഗ് സ്റ്റണ്ണിങ്. എന്നെ ഒന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. ആഹാ, എന്ത് രസമായി കണ്ണാടിയിൽ എന്നെ കാണാൻ, എന്താ ഭംഗി. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇവിടെ വരെ എത്തിയതിന്റെ ഒരു കാരണം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്നോട് തന്നെ, ഉള്ളിലുള്ള എന്നോട് തന്നെ ഒരുപാട് സംസാരിച്ചാണ് ഇതുവരെ എത്തിയത്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ വാനിറ്റി, ഐ വുഡ് സേ. ഒരു കാലത്ത് താങ്കളുടെ ലുക്കിനെ പറ്റി താങ്കൾ സങ്കടപ്പെട്ടതേ ശരിയാണ്, ഇല്ല. ഞാൻ സങ്കടപ്പെട്ടിട്ടേ ഇല്ല. കാരണം ഒരു ദിവസം പോലും ഞാൻ സുന്ദരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അപ്പോഴൊക്കെ തോന്നുന്നതെന്ന് വെച്ചാൽ സൗന്ദര്യം എന്ന് പറയുന്നത് അതെന്താന്ന് വെച്ചാൽ അത് ഒരു ഡെഫിനിഷൻ ഓഫ് ബ്യൂട്ടി വാസ് ഓൾവേസ് എ കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സ്. അതായത് എന്റെ മൂക്ക് അത്ര നീളമുള്ള നല്ല മനോഹരമായ മൂക്കല്ല, അല്ലെങ്കിൽ നല്ല ഹൈ ചീക്ക് ബോൺസ് ഇല്ല, ഇല്ലെങ്കിൽ മനോഹരമായ നീളമുള്ള കാർകൂന്തലില്ല. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? സാധാരണ ആൾക്കാർ ഈ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനത് വിശ്വസിച്ചിരുന്നു. എനിക്ക് എപ്പോഴും തോന്നും ഐ എം വെരി കൂൾ, ഐ എം വെരി അട്രാക്റ്റീവ് ആൻഡ് ഐ എം വെരി ഇന്റലിജന്റ്. പക്ഷേ മുടിയാണെങ്കിൽ ആ സൈഡിലും ഈ സൈഡിലും മുടി ആടുന്നു. അങ്ങോട്ടും അത് ഇങ്ങോട്ടും കാടുന്നുണ്ട്, ഡ്രസ് ആണെങ്കിൽ സ്ലിപ്പായിട്ട് പോകുന്നു. എന്റെ അമ്മ ചെറുതിൽ എപ്പോഴും പറയും, മോളെ നിന്റെ കണ്ണിൽ മുള്ളുണ്ടെന്നാ തോന്നുന്നത്. ഒരു ഡ്രസ് മര്യാദക്ക് ഇരിക്കത്തില്ല, അല്ലെങ്കിൽ അത് കീറിക്കളയും. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ആൻഡ് എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഞാൻ എന്റെ ഡ്രസ്സ് നോക്കിയിട്ട് അത് ആ മോഡൽ ഇട്ടപ്പോ അത്രയും ഭംഗിയായിട്ടൊന്നും തോന്നിയില്ലല്ലോ, പക്ഷെ എനിക്ക് എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ, എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഞാനാണ് ഏറ്റവും സുന്ദരി എന്ന് വിചാരിക്കും. മറ്റൊരു കാര്യവും ഞാൻ കേട്ടു, താങ്കൾ വളരെ മെലോ ഡ്രാമാറ്റിക് ആവുമെന്നാണ്. മകൾ കൂടുതൽ ആകാശത്തേക്ക് പറക്കേണ്ട, താഴേക്ക് വാന്ന് പറയുമെന്ന് കേട്ടു. എപ്പോഴും പറയാവൾ എന്നോട്, എപ്പോഴും അമ്മ ജസ്റ്റ് കട്ട് ദ മെലോ ഡ്രാമ പ്ലീസ്, മെലോ ഡ്രാമ വേണ്ട പ്ലീസ്. പക്ഷെ ഞാൻ ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഈ ഇമോഷണൽ സീൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എന്റെ മോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറയും, അമ്മ ഐ ലവ് യു, ഐ മിസ് യു. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. ബിക്കോസ് ഈവൻ ഐ മിസ് ഹർ എ ലോട്ട്. ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ എന്റെ ഫീലിങ്സ് അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഓക്കെയാണ്. പക്ഷേ അജയ് ദേവ്ഗാനെ താങ്കൾ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും വീട്ടിൽ പുറത്തേക്ക് വരില്ലെന്ന്. അത് വീട്ടിൽ മാത്രമല്ല, ഇവിടെ വന്നാൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ പുറത്ത് കേൾക്കില്ല. ഐ തിങ്ക് അജയ് ഈസ് മോർ ഓഫ് എ സ്ട്രോങ് സൈലന്റ് ടൈപ്പ്.
ഇങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മള്, ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം ആൻഡ് സൈലന്റ്. സോ അദ്ദേഹം അങ്ങനത്തെ ഒരാളാണ്. അദ്ദേഹം അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ല, വളരെ പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ആളാ. ഞങ്ങളുടെ റിലേഷൻഷിപ്പും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോ വീർപ്പിച്ച് വെച്ച മുഖം എന്ന് പറഞ്ഞെന്ന് കേട്ടു. ഭയങ്കര മുഖം വീർപ്പിച്ച് വെച്ചിരിക്കായിരുന്നു. ആദ്യം ഒരു മൂലയിൽ ഇരിക്കുക ഒരു മനുഷ്യനെ, എന്നിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ ആരോട് സംസാരിക്കാതെ വെറുതെ കോഫി കുടിച്ചോണ്ടിരിക്കുന്ന മുഖം ഉമ്മെന്ന് വെച്ചിട്ടുണ്ട്. ഐ എം ലൈക്ക്, ഇറ്റ്സ് ലൈക്ക് എന്തോ പോലെ ഇരിക്കില്ലേ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഹൗ ആർ യു ഹായ് ഹലോ എല്ലാരും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരാൾ മാത്രം ഒരു സൈഡിൽ ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇറ്റ്സ് സ്ട്രേഞ്ച്, ഇറ്റ്സ് വിയർഡ്. സോ അത്രത്തോളം വിയേർഡായിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് സൗഹൃദം കിട്ടിയത്? അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഹായ് ഹലോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ റിയലൈസ്ഡ് ഇന്റലിജന്റ് ആണ്, അതാണ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് അവിടുന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. കറക്റ്റ്. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഡയലോഗ് എക്സ്ചേഞ്ചസ് സംഭവിച്ചു? ഡയലോഗ് എക്സ്ചേഞ്ച് ഒന്നും നടന്നില്ല. ഹായ് ഹലോ എന്ന് തുടങ്ങി, അത്ര തന്നെ. അപ്പൊ നിങ്ങളിപ്പോ അജയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അജയുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സംസാരിക്കുന്ന വിധം തന്നെ വ്യത്യസ്തമാണ്. എന്തോന്ന് ഒരു സ്വാമിജിയെ പോലെ സംസാരിക്കും. ബിക്കോസ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ അയ്യോ ഇദ്ദേഹത്തിനോട് പോയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയണം. അദ്ദേഹം നമുക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ട് മൈൻഡ് ബ്ലോയിങ് റിപ്ലൈ തരും. ഐ തിങ്ക് ഇങ്ങനെ എന്തോ ആണ് നടന്നെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഹി വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ദെൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനും ആ സമയത്ത് വേറൊരു റിലേഷൻഷിപ്പിലായിരുന്ന സമയമാണ്. ഞാൻ ആ സമയത്ത് എന്റെ സങ്കടങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുമായിരുന്നു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയുമായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദർ ആൻഡ് പിന്നെ ഓഫ് കോഴ്സ് വി ഗോട്ട് ഇൻ ടു എ റിലേഷൻഷിപ്പ്. സോ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം താങ്കൾ സൈലന്റ് ആയിട്ട് വിവാഹവും കഴിച്ചു. പക്ഷെ കൂടുതൽ പേരെ വിളിച്ചില്ലല്ലോ. അതെ, സത്യമാണ്. ഞങ്ങൾ അങ്ങനെ ആരെയും വിളിച്ചില്ല. സത്യം പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആരെയും വിളിച്ചില്ല. ഐ തിങ്ക് അദ്ദേഹത്തിന്റെ ഒരു 5-6 ബന്ധുക്കൾ ഉണ്ടായിരുന്നു, എന്റെയും കുറച്ച് അത്യാവശ്യമുള്ള ബന്ധുക്കൾ മാത്രം ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഡെക്കറേറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്റെ 2-3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ 2 മാസം ഹണിമൂൺ പോയെന്നുള്ളത് സത്യമാണോ? ആക്ച്വലി കല്യാണത്തിന് മുമ്പ് ഞാനൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അതെന്താന്ന് വെച്ചാൽ 2 മാസത്തേക്ക് നമുക്കൊരു അമേസിംഗ് ഹണിമൂണിന് പോകണം. അതായത് നമുക്കൊരു ഹോൾ വേൾഡ് ടൂറിന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആക്ച്വലി വി വെന്റ് ഫ്രം ഓസ്ട്രേലിയ ടു LA ടു ലാസ് വേഗസ്. അതെ, തിരിച്ചു വരേണ്ടി വന്നു. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ജനങ്ങളോട് പറയും. അത് ഇടയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങൾ ഗ്രീസിലായിരുന്നു. അപ്പോഴത്തേക്ക് ഏതാണ്ട് 40 ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു. സോ ബൈ ദാറ്റ് ടൈം ഐ തിങ്ക് അപ്പോഴേ അദ്ദേഹം ഒരു വഴിക്ക് ഇതായി കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ. ഞാനുടനെ പനി വന്നോ, ഐ ഗിവ് യു സം മെഡിസിൻ ഓർ സംതിങ് ഓർ എൽസ് ഐ ഗോ ഫൈൻഡ് ദ. ഞങ്ങളിപ്പോൾ ഗ്രീസിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മെഡിക്കൽ സ്റ്റോർ എവിടെ കിട്ടും, എവിടെ മരുന്ന് കിട്ടും, എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ലല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം, ക്രോസിനോ എന്തെങ്കിലും നോക്കട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഇല്ലില്ല എനിക്ക് നല്ല പനിയുണ്ട്, എനിക്ക് ഒട്ടും വയ്യ കേട്ടോ, എന്നെക്കൊണ്ട് ഇനിയൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഉടനെ നമുക്ക് വീട്ടിൽ പോകാൻ വന്ന്. സോ അത് അങ്ങനെ അവിടെ അന്ന് നടന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വീട്ടിലോ, തലവേദന വന്ന് നമ്മൾ വീട്ടിൽ പോവോ? അപ്പൊ അദ്ദേഹം എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, നമുക്ക് വീട്ടിൽ പോവാം, വാ പ്ലീസ് പോവാന്ന്. അങ്ങനെ ഞങ്ങള് ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നു, ഞങ്ങളുടെ ഹണിമൂൺ പകുതി നിർത്തിയിട്ട്. മാഡം കബി ഖുഷി കബി ഗം പടത്തിൽ അഭിനയിക്കുമ്പോൾ മാഡം ചാന്ദിനി ചൗക്കിനെ കാണിച്ചു തന്നു. അതെ, ഞാനും അവിടെ നിന്നാണ് വരുന്നത്. അത് കൊള്ളാലോ, നമ്മള് നേരത്തെ കാണേണ്ടതായിരുന്നല്ലേ. മാഡം ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചാന്ദിനി ചൗക്ക് കാണിക്കുമ്പോൾ? ചാന്ദിനി ചൗക്കിൽ വെച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി. അത് മൊത്തം സെറ്റ് ആയിരുന്നു കേട്ടോ. അത് കാണാൻ ചാന്ദിനി ചൗക്കിന്റെ ഛായ ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് കുഡോസ് ടു മൈസെൽഫ് ആൻഡ് കരൺ ടു ദാറ്റ്. പക്ഷെ എന്താന്ന് വെച്ചാല് ഡൽഹിയിലുള്ള ചാന്ദിനി ചൗക്കിലേക്ക് ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല അതിന് വേണ്ടിയിട്ട്, അതാണ് സത്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡൽഹിക്ക് ഒരു പ്രത്യേക മണമുണ്ട്, ഒരു ഫ്ലേവർ ഉണ്ട്, അതെനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഡൽഹിയിലെ ആഹാരമൊക്കെ താങ്കൾ കഴിക്കുമെന്ന് അറിയാം, പക്ഷെ താങ്കൾക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്ന് കേട്ടു. അറിയില്ല, എനിക്ക് കുക്കിങ്ങേ അറിയില്ല. അതും എനിക്ക് നേരെയുള്ള കുറ്റാരോപണമാണോ? അല്ലേ? ഓ സമാധാനം. ഓർത്തോളൂ, വിമൻസ് എംപവർമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. താങ്കൾ മനസ്സിലാക്കണം, അജയ് ദേവ്ഗന് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. എല്ലാവർക്കും പാചകം ചെയ്യാൻ അറിയാം. എന്റെ തിയറി എന്താണെന്ന് അറിയാമോ? പാചകം ചെയ്ത് കൊടുക്കാനായിട്ട് ഇത്രയും ആൾക്കാരുണ്ട്, ശരി അത് കഴിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവണ്ടേ ഇവിടെ? എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ കുട്ടികളെ? അവരുടെ അടുത്ത് കൊടുക്കൂ. മാഡത്തിന്റെ ഫേവറേറ്റ് ബോളിവുഡ് ആക്ട്രസ് ആരാണ്? യൂഷ്വലി മീഡിയയിലെ റൂമേഴ്സ് ഒക്കെ കാണും, അതായത് ഫീമെയിൽ ആക്ട്രസ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കില്ലെന്ന്. അതുകൊണ്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസ് ആരാണ്? പറയൂ മാഡം. ഞാൻ പറയാം കേട്ടോ. അതെന്താന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളല്ല, ആരുടെ അടുത്തുമില്ല. ഐ തിങ്ക് ടു ബി ഫ്രണ്ട്സ് യു ഹാവ് ടു
ഇപ്പൊ പാർട്ടിക്കൊക്കെ പോവാണെങ്കിൽ യു വിൽ ഹാവ് ടു ഹാവ് ദോസ് കൈൻഡ് ഓഫ് ഫ്രണ്ട്സ്. ഐ എം നോട്ട് ഫ്രണ്ട്സ് വിത്ത് എനിബഡി ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ആർക്കും ഒരു ഫ്രണ്ട് അല്ല. പക്ഷേ ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ദർ ഹൂം ഐ വിൽ റെസ്പെക്ട് ആൻഡ് ലൈക്ക് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഇപ്പൊ വന്നിരിക്കുന്ന ന്യൂ ജനറേഷനിലോ ഐ മെറ്റ് മോസ്റ്റ് ഓഫ് ദം. ഐ മെറ്റ് വിദ്യ. ഐ ലൈക്ക് ഹർ വെരി മച്ച്. ഐ തിങ്ക് ഷീ ഈസ് വളരെ നല്ലൊരു കുട്ടിയാണ്, വളരെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെൺകുട്ടി. ഐ തിങ്ക് 2-3 പ്രാവശ്യം വളരെ സ്വീറ്റ് ആയിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. സോ ഐ തിങ്ക് ഷീ ഈസ് ലവ്ലി. ഐ തിങ്ക് ദർസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഓണസ്റ്റ്ലി ദാറ്റ് ഐ നോ ആൻഡ് ഐ ലൈക്ക്. ഐ മെറ്റ് ജാക്ലിൻ. ഷീ ഈസ് ഓൾസോ വെരി വെരി നൈസ്. ഐ മെറ്റ് ഹൂ എൽസ്. എനിക്ക് ഒരു 2-3 പേരുകളും അറിയൂ, ഞാൻ പറയാം. ആലിയ ഭട്ട് മാഡം ആണോ? മെറ്റ് ആലിയ. ആലിയ ഓഫ് കോഴ്സ്. ഞാൻ ആലിയ ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കണ്ടിട്ടായിരുന്നു. ബട്ട് ഐ ഹവ് നോട്ട് ഇന്ററാക്റ്റഡ് വിത്ത് ഹർ. അത്ര കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഐ മെറ്റ് സിദ്ധാർത്ഥ് മൽഹോത്ര ആൻഡ് ഐ നോ വരുൺ വെരി വെൽ. അവർ രണ്ടുപേരും വളരെ നല്ല കുട്ടികളാണ്. ഐ ലൈക്ക് ദം വെരി വെരി മച്ച്. ദേ വെരി വെരി ടാലന്റഡ്. സോ യെസ് ഓഫ് കോഴ്സ് ഐ ഫൊഗോട്ട് അബൌട്ട്. ഓഫ് കോഴ്സ് അവരെന്റെ അനിയത്തിയുടെ റോള് ചെയ്തിട്ടുണ്ടല്ലോ ദിൽവാലെ സിനിമയില്. ഷീ ഈസ് ഓൾസോ വെരി ലവ്ലി. താങ്കൾ സെറ്റിലുള്ള സമയത്ത് യങ്സ്റ്റേഴ്സ് താങ്കളെ കണ്ടാൽ ശരിക്കും പേടിക്കുമെന്ന് കേട്ടു. അതിലെന്തെങ്കിലും ഐ സത്യം? ഹോപ്പ് സോ. അവർ പേടിക്കണം. ഐ ഹോപ്പ് സോ. അവർ ശരിക്കും പേടിക്കണം. ആൻഡ് ഐ ഹോപ്പ് എന്റെ ഓര കണ്ടിട്ട്, അതായത് കുറച്ച് നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്. ഒരു കിക്കാസ് ആറ്റിറ്റ്യൂഡ് വേണം അല്ലേ? ഐ ടോട്ടലി അഗ്രി. കജോൾ, താങ്കളുടെ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ഞാൻ ചോദിച്ചു. വലിയ സ്കാൻഡലിനുള്ള സ്കോപ്പുള്ള ചോദ്യങ്ങളൊന്നുമില്ല. എന്നാലും എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മനോഹരമായി ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ കാൽറയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ കജോളിനോടാണ് വിചാരണ നടത്തിയത്. അവരുടെ കുസൃതികളെക്കുറിച്ച് നമ്മൾ ചോദിച്ചു. അവരുടെ ഓപ്പണായിട്ടുള്ള സംസാരവും മടി പിടിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അതുപോലെ സ്വയം ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ സോണൽ കാൽറയുടെ ജഡ്ജ്മെന്റ് നോക്കാം. കജോൾ, എന്നെ സംബന്ധിച്ച് താങ്കളുടെ അടുത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെയുണ്ട്. അതായത് നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. തീർച്ചയായിട്ടും ഓഡിയൻസും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ സത്യസന്ധതയോടും കൃത്യതയോടും ഉത്തരങ്ങൾ നൽകുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം, രജത് സാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം നൽകാനേ കഴിയില്ലെന്ന്. പക്ഷേ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത ആ രീതിയുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങളുടെ അമ്മ പറഞ്ഞു തന്ന വാക്കുകളായിരിക്കും ഇതൊക്കെ. സത്യസന്ധമായി സംസാരിക്കൂ, ഇല്ലെങ്കിൽ സംസാരിക്കരുത്. അമ്മ പറഞ്ഞു തന്ന ഈ വാക്കുകളൊക്കെ ഇപ്പോഴും അനുസരിക്കുന്നെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ ഈ ഉത്തരങ്ങളൊന്നും ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നതല്ല. പൊളിറ്റിക്കലി നോക്കിയാൽ അതും കറക്റ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെയൊന്നും ഞങ്ങൾക്ക് തോന്നുന്നതേയില്ല. ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ചിരിക്കാം, എന്നാലും ഓഡിയൻസിനെ നിങ്ങൾ കയ്യിലെടുത്തു. അതിനുശേഷം എഡിറ്റ് ചെയ്തോളൂല്ലോ. ആക്ച്വലി എഡിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും വരില്ലെന്ന് തോന്നുന്നു. ഇതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയണം. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡയലോഗുകളും പാട്ടുകളും ഒന്നിച്ചു ചേർന്നാണ് ചെയ്യുന്നത്. ഈവൻ ആസ് എ ജഡ്ജ് ഒരു ജഡ്ജിനും തെറ്റ് ചെയ്യാനാകില്ല. ഇത്രയും ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് താങ്കളെ ശിക്ഷിക്കാനായിട്ട്. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം പറയാം. എനിക്കുറപ്പാണ് ഇവരും അത് അംഗീകരിക്കും. രജത് സാർ വളരെ നന്നായി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇനിയും നിങ്ങൾ നിറയെ ചിത്രങ്ങൾ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. യു ആർ എ റോൾ മോഡൽ ഫോർ ദീസ് പീപ്പിൾ, ഫോർ ഓൾ ഓഫ് us, ആൻഡ് വി വുഡ് ലൈക്ക് ടു സീ മോർ ഓഫ് യു. ചിരിച്ചുകൊണ്ടേയിരിക്കൂ, ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. താങ്ക് യു. നല്ല ആത്മവിശ്വാസത്തോടെയും ചുറുചുറുക്കോടും കാജോൾ ഇങ്ങനെ തന്നെ ജനങ്ങളെ എന്റർടൈൻ ചെയ്യും. ഇതിനേക്കാൾ നല്ല സ്ഥാനങ്ങളിലെത്തും, കൂടുതൽ സിനിമകൾ ചെയ്യും. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നല്ലൊരു സെലിബ്രിറ്റിയോടുകൂടി വീണ്ടും വന്ന് ഞാൻ കാണുന്നതാണ്. നന്ദി, നമസ്കാരം.